വെൽക്കം ടു മൈ ചാനൽ. AD 1659, ഏകദേശം 365 വർഷങ്ങൾ പഴക്കമുള്ള റുവൈസ് പോർട്ടിനോട് അടുത്ത് നിൽക്കുന്ന, പഴയ കാലത്ത് പോർട്ട് ഇത്തരത്തിലുള്ളൊരു പോർട്ടല്ല എന്നൊക്കെ നമുക്കറിയാം. അന്നത്തെ കാലത്ത് ഈ ഒരു സമുദ്രത്തിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്കും അതുപോലെ തന്നെ ഇവിടെയുള്ള തദ്ദേശീയരായ മത്സ്യത്തൊഴിലാളികൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അന്ന് നിർമ്മിക്കപ്പെട്ട ഒരു പ്രത്യേകത നിറഞ്ഞ ഒരു മസ്ജിദിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഈ മസ്ജിദിൻ്റെ വളരെയധികം പ്രത്യേകത നിറഞ്ഞ ഈ ഒരു കാഴ്ചയിലേക്ക് നമുക്ക് ഇന്ന് പോകാം. പൗരാണിക കാലത്ത് ഇവിടുത്തെ ഷമാലിലുള്ള മത്സ്യത്തൊഴിലാളികൾക്കും അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഉപയോഗിച്ചിരുന്നൊരു മസ്ജിദാണ് നമ്മൾ ഈ കാണുന്നത്. പഴയ കാലത്തുള്ള മിനാരമാണിത്. തന്നെ ആ പഴയ കാലത്തെ സ്പീക്കർ, കോളാമ്പി സ്പീക്കറും അതൊക്കെ ഇന്നും ആ ഒരു തനിമയോട് കൂടിയിട്ട് ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പള്ളിയിലേക്ക് കയറുമ്പോൾ ഈ ഒരു ഭാഗത്ത് നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഈ ഒരു പടിപ്പുര പോലെ വളരെ ഭംഗിയാർന്ന രീതിയിൽ ആ ഒരു പഴമ തന്നെ ഇന്നും നിലനിർത്തിയിട്ട് പഴയ ഡോറുകളൊക്കെ അന്നത്തെ ആ ഒരു കാലഘട്ടത്തിലുള്ള നമ്മളെ നാട്ടിൽ നമ്മൾ ഓടാമ്പൽ എന്നൊക്കെ പറയുന്ന ഈ ഒരു തായി, അതുപോലെ തന്നെ അതൊക്കെ ഇന്നും ആ ഒരു പൗരാണികത നിലനിർത്തിക്കൊണ്ട് തന്നെ വളരെ ഭംഗിയാർന്ന രീതിയിലാണ് ഇന്നും ഈ ഒരു പള്ളിയെ, ഈ ഒരു മസ്ജിദിനെ കാത്തു സൂക്ഷിക്കുന്നത്. അതുപോലെ തന്നെ പള്ളിയിലേക്ക് നമ്മൾ കയറിയാൽ ഈ ഒരു ഭാഗത്തിലൂടെ വീൽ ചെയറിൽ ആളുകൾക്ക് കയറാനുള്ള ഒരു ഭാഗമാണിത്. വീൽ ചെയറിൽ വരുന്ന ആളുകൾക്ക് പോകാനുള്ള ഒരു ഇടം, അതും ഈ ഒരു മരത്തടിയിലെ ഒരു ഹാൻഡ് റെയിൽ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പള്ളിയിലേക്ക് കയറുമ്പോൾ ഈ പള്ളിയുടെ ഒരു ഉൾവശത്ത് പഴയ മരത്തടികളും അതുപോലെ തന്നെ മുളകൾ കൊണ്ടൊക്കെ, ഓല കൊണ്ടൊക്കെ മേഞ്ഞ് ആ ഒരു പഴമയോട് കൂടി ഇന്നും നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ പുറത്തെ മസ്ജിദിൽ ഭംഗിയേറുന്ന രീതിയിൽ തന്നെ അതിൻ്റെ ആ ഒരു സ്റ്റെപ്പും അതിൻ്റെ ആ ഒരു പഴമയൊക്കെ ഇന്നും നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പള്ളിയിലേക്ക് വരികയാണെങ്കിൽ ആ ഒരു പഴയ കാലത്തെ ഡോറും ആ ഒരു സിസ്റ്റമൊക്കെ ഇന്നും നമുക്ക് ഈ ഒരു മസ്ജിദിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പഴമ നിലനിർത്തിക്കൊണ്ട് കൊത്തുപണികളൊക്കെ ഉള്ള വളരെ മനോഹരമായ രീതിയിലുള്ള വാതിലുകളാണ് ഈ ഒരു മസ്ജിദിനുള്ളത്. മസ്ജിദിൻ്റെ ഉൾവശത്തേക്ക് നമ്മൾ പോവുകയാണ്. ഉൾവശം പുറത്തേതുപോലെ തന്നെ ആ ഒരു മുളകൾ കൊണ്ട് ഓല മേഞ്ഞ ആ ഒരു പഴയ ഒരു സിസ്റ്റം തന്നെയാണ് ഈ ഒരു മസ്ജിദിൻ്റെ അകത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പഴയ കാലത്തുള്ള ആ ഒരു ജനവാതിൽ അത് ഇന്നും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മളെ വീടുകളിലൊക്കെ ഇന്നത്തെ ലോക്കുകളെക്കാളും കൂടുതൽ ഏറ്റവും നമുക്കൊരു വിശ്വസനീയമായ രീതിയിൽ അന്നത്തെ കാലത്ത് ആളുകൾ കണ്ടെത്തിയ ഒരു ഓടാമ്പല് അത് ഇന്നും ഈ ഒരു മസ്ജിദിലുണ്ട്. ഇതൊക്കെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിലും ഈ ഒരു മസ്ജിദിൽ വളരെയധികം സംരക്ഷിച്ചു പോരുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ നമ്മൾ പുറത്ത് കണ്ട മിഹ്റാബ് അതേപോലെ തന്നെ ഒരു കോൺക്രീറ്റ് ഭിത്തി കൊണ്ട് നിർമ്മിച്ച ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പൂർണ്ണമായിട്ടും ആ ഒരു പഴമയെ വിളിച്ചോതുന്ന രീതിയിൽ തന്നെ ഈ ഒരു മസ്ജിദ്, അന്നത്തെ ആ കാലഘട്ടത്തിലുള്ള മസ്ജിദ് ഇന്നും ഒരു പുതുമയിൽ നിലനിർത്താൻ ഈ ഒരു മസ്ജിദിൽ വന്നപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ആ ഒരു പഴയ ഡിസൈനാണ് നമുക്ക് ഈ വോളിലൊക്കെ കാണാൻ സാധിക്കുന്നത്. പഴയ ഡിസൈൻ എന്താണോ ആ ഡിസൈൻ ഇന്നും ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. എല്ലാ മേഖലകളിലും ഇവിടെ വന്ന് നമുക്ക് ഈ ഒരു മസ്ജിദിൽ കയറിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെയധികം പഴക്കമുള്ള ആ ഒരു പഴയ മോഡൽ ഇന്നും പുതുമയോടുകൂടി നിലനിർത്തുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള മസ്ജിദുകളും അതുപോലെ തന്നെ പഴയ ഒരുപാട് കെട്ടിടങ്ങളൊക്കെ ഇന്നും നിലനിർത്തി പോരുന്നത് അവരുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണ്. തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് എന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരുപാട് നല്ല വീഡിയോസും നല്ല അറിവുകളുമാണ് നിങ്ങളുമായി നമ്മൾ പങ്കുവെക്കുന്നത്. തീർച്ചയായിട്ടും വീഡിയോ കണ്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ള ആളുകളിലേക്കൊക്കെ നമ്മുടെ ഈ ഒരു സന്ദേശം എത്തിക്കുക.